അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആധുനിക ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന പണ്ഡിതന്മാരിൽ ഒരാളാണ് മുഹമ്മദ് റഷീദുള്ള. 1865 ജനിക്കുകയും 1935 മരണമടയുകയും ചെയ്ത ഈ പണ്ഡിതൻ ആധുനിക മുസ്ലിം നവോത്ഥാന നായകന്മാരിൽ പ്രധാന അംഗങ്ങളിൽ ഒരാളാണ്. എൻലൈറ്റൻഡ് സലഫിസം എന്ന് വിളിക്കപ്പെടുന്ന, സാധാരണ ഇസ്ലാമിക് സ്റ്റഡീസ് വിഷയങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന സലഫി ചിന്താധാരയിലെ പ്രധാന കണ്ണിയായും അദ്ദേഹത്തെ എണ്ണുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. മുസ്ലിം ലോകത്ത് ആധുനിക വിദ്യാഭ്യാസത്തെയും ഇസ്ലാമിക വിശ്വാസത്തെയും ആചാരക്രമങ്ങളെയും അതിൽ കൂടുതൽ ശക്തിയോടുകൂടി നിലനിൽക്കണമെന്നും അതിൻ്റെ കൂടെ തന്നെ ആധുനിക ലോക സാഹചര്യത്തിൽ ഇസ്ലാമിക വിജ്ഞാനത്തെ പുനർനിർവചിക്കണമെന്നും ആവശ്യപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് മുഹമ്മദ് റഷീദുള്ള. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്താ മേഖലകളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ഒരു പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം. 1900-കളിൽ ഉസ്മാനിയ ഖിലാഫത്ത് ശക്തമായ പ്രതിസന്ധികൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ, ആഭ്യന്തരമായും വൈദേശികമായും ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാർ ഉസ്മാനിയ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട അവരുടെ രാഷ്ട്രീയ അധികാരവും അതുപോലെ തന്നെ ആ ഒരു നാടുകളിൽ, മുസ്ലിം നാടുകളിൽ സ്വാതന്ത്ര്യ ബോധവും ശക്തമാവുന്നൊരു പശ്ചാത്തലത്തിലും ദേശീയതാവാദവും ശക്തമാവുന്നൊരു പശ്ചാത്തലത്തിലും കൂടിയാണ് മുഹമ്മദ് റഷീദുള്ള ജീവിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഉസ്മാനിയ ഖിലാഫത്തിനെ നേരിട്ട് കണ്ട, അവർ നേരിട്ട രാഷ്ട്രീയ അപജയങ്ങളെയും നേരിട്ട് കണ്ട പണ്ഡിതന്മാരിൽ ഒരാളായ മുഹമ്മദ് റഷീദുള്ള സ്വാഭാവികമായും പുതിയ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകൾക്ക് പുതിയൊരു മുഖം നൽകേണ്ടത് അനിവാര്യമാണ് എന്ന് ചിന്തിച്ച പണ്ഡിതന്മാരിൽ ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അൽ ഖിലാഫ വൽ ഇമാമത്തുൽ ഉലമ എന്നറിയപ്പെടുന്ന രചന 1922 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ആ കൃതി അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ ഒതുങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട രചനകളിലൊന്നാണ്. ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നടിയുകയും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ ഭരണം അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതോടുകൂടി ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനമുണ്ടാവുകയും പിന്നീട് യുവതുർക്കികളുടെ കീഴിൽ ഭരണം തുടങ്ങുകയും ആ ഒരു സമയത്ത് ഖിലാഫത്ത് എന്നത് വെറും നാമമാത്രമായി അവശേഷിക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ ഇസ്ലാമിക രാഷ്ട്രീയാധികാരം എങ്ങനെയാവണം എന്ന് ചിന്തിച്ച പണ്ഡിതന്മാരിൽ ഒരാളും കൂടിയാണ് മുഹമ്മദ് റഷീദുള്ള. അദ്ദേഹത്തിൻ്റെ അൽ ഖിലാഫത്ത് വൽ ഇമാമത്തുൽ ഉലമ എന്ന രചനയിൽ ഈ വിഷയം വളരെ കാര്യപ്രശസ്തമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ ഭരണത്തോട് രണ്ട് രീതിയിലാണ് ഇസ്ലാമിക ലോകം പ്രതികരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ലോകത്തോടുള്ള സമർപ്പണം, കമ്മിറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഉസ്മാനിയ ഖിലാഫത്ത് നിലനിൽക്കണമെന്നും ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കീഴിൽ അറബ് ഇസ്ലാമിക ലോകം വീണ്ടും ഐക്യപ്പെടണമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും, സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനിനെ പോലുള്ള വിവിധ പണ്ഡിതന്മാരെ, ആക്ടിവിസ്റ്റുകളെ നിലനിർത്തിക്കൊണ്ട് അവരുടെ സ്വാധീനത്തും സഹായത്തോടും കൂടി ഇസ്ലാമിക അധികാരം നിലനിർത്താനും വ്യാപിപ്പിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ ബ്രിട്ടീഷ്, ഫ്രഞ്ച് അടക്കമുള്ള വിവിധ അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടാനുമുള്ള അദ്ദേഹത്തിൻ്റെ വീറിനെ മാനിച്ചുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ, ലോകത്തെങ്ങുമുള്ള മുസ്ലിം പണ്ഡിതന്മാർ അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നു. അതേ പശ്ചാത്തലത്തിൽ മുഹമ്മദ് റഷീദുള്ള സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ നിലപാടിനെ
വിമർശിക്കുന്നതായും കാണാൻ കഴിയും. കാരണം സൽത്തനത്ത് എന്നത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ അധികാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സുൽത്താൻ പരമാധികാരി എന്നാവുന്നത് സ്വാഭാവികമായും ഒരു വിമർശനാത്മകമായ നിലപാടാണ് ആ ഒരു വിഷയത്തിൽ മുഹമ്മദ് റഷീദുള്ള സുൽത്താൻ അബ്ദുൽ ഹമീദിനോട് സ്വീകരിച്ചത് എന്ന് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യനായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഏറ്റുപിടിച്ച മുഹമ്മദ് അബ്ദുവിൻ്റെ ശിഷ്യനായിരുന്ന റഷീദുള്ളയും ഇസ്ലാമിക ലോകത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം വെസ്റ്റേൺ പാശ്ചാത്യ ശക്തികളുടെ കൊളോണിയലിസത്തിൽ നിന്ന് ഒരു വിടുതി നേടുക എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ മുന്നോട്ട് വെച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു തരത്തിലുള്ള ഒരു പാൻ ഇസ്ലാമിക് ഐഡിയ മുന്നോട്ട് വെച്ച ഒരു പണ്ഡിതനായും നമുക്ക് ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേ പശ്ചാത്തലത്തിൽ തന്നെ അറബ് ലോകത്ത് ശക്തമായിരുന്ന അറബ് നാഷണലിസത്തിൻ്റെ ഒരു ഭാഗം കൂടി നമുക്ക് റഷീദുള്ളയെ അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ റഷീദുള്ളയുടെ ചിന്തകളിൽ നേരത്തെ പറഞ്ഞതുപോലെ അൽ ഖിലാഫ വൽ ഇമാമത്തുൽ ഉലമ എന്ന് പറയുന്ന ദ കാലിഫേറ്റ് ആൻഡ് ദ സുപ്രീം ഇമാമേറ്റ് എന്ന് പറയുന്ന രചന ഖിലാഫത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകളുമായി ബന്ധപ്പെട്ട പ്രധാന രചനകളിലൊന്നും കൂടിയാണ്. ഈ രചനയിൽ അള്ളാഹു, അതായത് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ ശക്തി പ്രഭാവം, അതിൻ്റെ അടിസ്ഥാന പ്രതലമൊരുക്കുക, ഇസ്ലാമിക ലോകത്തിൻ്റെ പ്രതലമൊരുക്കുന്നതിൽ ശരീഅത്തിൻ്റെ അപ്രമാദിത്വം അല്ലെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അപ്രമാദിത്വം എടുത്തു പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ഭരണം രൂപപ്പെടുമ്പോൾ ആ ഭരണം കൈകാര്യം ചെയ്യപ്പെടേണ്ട രീതിയെക്കുറിച്ചും ഭരണം എങ്ങനെയാവണം അതിൻ്റെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ കൂടി രൂപീകരിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തെ അദ്ദേഹം വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ ഭരണകർത്താവ് കൂടുതൽ അക്കൗണ്ടബിൾ ആവുന്ന, കൂടുതൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയായി വളരെ താത്കാലികമായ അധികാര പരിധിയുള്ള ഒരു ഭരണകർത്താവായി അദ്ദേഹത്തെ ഭരണകർത്താവിനെ ചിത്രീകരിക്കുന്നതായി നമുക്ക് ഈ രചനയിൽ കാണാൻ കഴിയും. കാരണം സുൽത്താൻ എന്നത് സാധാരണ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ മരണം വരെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന്, മരണം വരെ അധികാരത്തിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ അധികാരം സംരക്ഷിക്കുന്നിടത്തോളം കാലം അധികാരത്തിലിരിക്കുന്ന ഖലീഫ എന്ന് പറയുന്നൊരു പൊസിഷൻ എന്ന രീതിയിലാണ്, ടെമ്പററി പവർ എന്ന രീതിയിലാണ് നബി ഈ രചനയിൽ അധികാരിയെ ചിത്രീകരിക്കുന്നതായി നിരൂപിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു രൂപപ്പെടുന്ന ഭരണ പശ്ചാത്തലത്തിൽ ഒരു മുസ്ലിം സൊസൈറ്റിയുടെ അവരുടെ കർത്തവ്യത്തെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചും അവർ ഭരണരംഗവും ശരീഅത്തും ഭരണകർത്താവും തമ്മിലുള്ള ബന്ധത്തെയും ഭരണകർത്താവിനുള്ള ഇടപെടലുകളെയും ഒരു സിവിൽ സൊസൈറ്റി എന്ന രീതിയിൽ ചർച്ച ചെയ്യുന്നതായും നമുക്ക് ഈ രചനയിൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം സാധാരണ ആ ഒരു കാലഘട്ടത്തിൽ 1900കളുടെ തുടക്കത്തിലും ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിലുമെല്ലാം ധാരാളം മുസ്ലിം ഇൻ്റലക്ച്വലുകൾ പൊങ്ങി വരികയും അലി അബ്ദുൽ റാസിഖ് പോലുള്ള പണ്ഡിതന്മാരുടെ ചിന്തകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലവും കൂടിയായിരുന്നു അത്. ഇസ്ലാം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ നിന്ന് മോചനം നേടുന്ന ആത്മീയമായ ഒരു പ്രതലം മാത്രം ഒരുക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇസ്ലാമിനെ കാണുന്ന ഒരു പശ്ചാത്തലം, അലി അബ്ദുൽ റാസിഖിൻ്റെ അൽ ഇസ്ലാം ഉസുൽ ഹിക്മ എന്ന് പറയുന്ന രചന തൊടുത്തുവിട്ട വിവാദങ്ങൾ, അത് സ്വീകരിച്ച ആൾക്കാരുടെ വിശദീകരണങ്ങൾ, ആ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇദ്ദേഹം മുഹമ്മദ് റഷീദുള്ളയുടെ ഈ ചിന്തകളുടെ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് സാമൂഹികമായ രാഷ്ട്രീയപരമായ യാതൊരു കാര്യത്തിലും വിടുതി തേടുന്നതല്ല, പകരം ഇസ്ലാമിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മേഖലകളെയും കൂടി ചേർത്ത് വായിച്ച് നിയമങ്ങൾ രൂപീകരിക്കേണ്ടതാണ് എന്ന് വിശദീകരിച്ച സലഫി പണ്ഡിതനും കൂടിയാണ് മുഹമ്മദ് റഷീദുള്ള. സ്വാഭാവികമായും ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഖലീഫ എന്ന് പറയുന്നത് ആ ഒരു നിയമപരമായി രൂപീകരിക്കപ്പെട്ട ഭരണകർത്താവിൻ്റെ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം അതിനെ ചിത്രീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കൺസൾട്ടേറ്റീവ് ഡെമോക്രാറ്റിക് റൂൾ എന്ന രീതിയിലാണ് അദ്ദേഹം ഇസ്ലാമിക ഭരണകൂടത്തെ വിശദീകരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ വളരെ സ്വതന്ത്രമായ മുസ്ലിം രാഷ്ട്രീയ ശക്തിയായിട്ടും
ബാക്കിയുള്ള വിവിധ തരത്തിലുള്ള ആഭ്യന്തരമായും വൈദേശികമായ പലതരത്തിലുള്ള സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന സ്വതന്ത്രമായ മുസ്ലിം ശക്തിയായിട്ടും അദ്ദേഹം ഈ ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിക ഭരണത്തെ ചിത്രീകരിക്കുന്നതായും നമുക്ക് രചനയിൽ കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഈ മുഹമ്മദ് റഷീദിയുടെ ചിന്തയുടെ ഒരു ഐഡിയോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വികസിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ രചനയിൽ കൂടെ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ കാലഘട്ടത്തിൽ നിന്നും അതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം സ്വാഭാവികമായും യുവതുർക്കികളുടെ കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്ന് പറയുന്ന യുവതുർക്കികൾ രൂപീകരിച്ച ആ ഭരണകക്ഷിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ സ്ഥാനഭ്രഷ്ടത്തിന് ശേഷം സംഭവിച്ച ആ ഒരു ഘട്ടം രണ്ടാമത്തെ ഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വികസനത്തിൻ്റെ ചിന്താ വികസനത്തിൻ്റെ രണ്ടാം ഘട്ടമാണ്. മൂന്നാമത് ഒന്നാം ലോകയുദ്ധം ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ അവിടുത്തെ രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള വികസനത്തിൻ്റെ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാം ഘട്ടം. നാലാം ഘട്ടം 1922 അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന യുവതുർക്കികൾ തുർക്കിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരണം നടത്തുകയും പിന്നീട് സംഭവിക്കുന്ന മാറ്റങ്ങളിൽ നിന്ന് ആ മാറ്റങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇദ്ദേഹത്തിൻ്റെ മുഹമ്മദ് റഷീദിയുടെ ചിന്തകൾ വന്ന മാറ്റമാണ് അദ്ദേഹത്തിൻ്റെ നാലാം ഘട്ടം. ഈ വിവിധ ഘട്ടങ്ങളിലൂടെ റഷീദിയുടെ ചിന്തകൾ കൂടുതൽ വികസിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ ഭരണതലത്തെ വിമർശിച്ച ഒന്നാം ഘട്ടത്തിൽ നിന്നും രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ യുവതുർക്കികളുടെ ആ ഒരു റെവല്യൂഷനെ അദ്ദേഹം ഭരണം പിടിച്ചെടുത്ത് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ അധികാരം കയ്യിലാക്കുന്ന ഒരു ഘട്ടത്തെ മുഹമ്മദ് റഷീദുള്ള ആദ്യം ശുഭപ്രതീക്ഷയോടെയാണ് കണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പല ഭാഗങ്ങളിലും അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന തരത്തിലുള്ള വിവിധ രചനകൾ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളുകൾ അൽമനാർ അടക്കമുള്ളതിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു. അതായത് ഇനി എങ്ങനെ ഭരണം കൊണ്ടുപോകണമെന്ന് പറയുന്ന നിർദ്ദേശങ്ങളായിരുന്നു പലപ്പോഴും അത്. എന്നാൽ പിന്നീട് മൂന്നാം ഘട്ടത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിന്താവികാസം മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ മുഴുവൻ അധികാരവും നഷ്ടപ്പെട്ട് വിവിധ ഭാഗങ്ങൾ വിവിധ കൊളോണിയലിസ്റ്റ് ശക്തികളുടെ കയ്യിലേക്ക് അകപ്പെടുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത ഈ പറയുന്ന യുവതുർക്കികളുടെ അവരുടെ ഈ തുർക്കിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അവരുടെ സ്വാധീനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്ത വികസിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നാലാം ഘട്ടത്തിൽ ഇവരുടെ തന്നെ പരിഷ്കാരങ്ങളിലൂടെ ഉസ്മാനിയ ഖിലാഫത്തിൽ അവസാനം വരെ ഉണ്ടായിരുന്ന ആ അവസാനത്തെ മുസ്ലിം രാഷ്ട്രീയ ശക്തി ഇല്ലാതാവുന്ന നേരിട്ട് കണ്ട ഇദ്ദേഹം വീണ്ടും ഒരു ഖിലാഫത്തിൻ്റെ ആവശ്യകത മുന്നോട്ട് വെക്കുന്നതായും നമുക്ക് അദ്ദേഹത്തിൻ്റെ നാലാം ഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അറബ് തുർക്കി ലോകത്തെക്കുറിച്ചും അറബ് തുർക്കിഷ് ലോകത്തിൻ്റെ ഒരു അലയൻസ് ഒരു സഖ്യം രൂപപ്പെടുകയും ആ സഖ്യത്തിലൂടെ ഒരു ഖിലാഫത്തിൻ്റെ രൂപീകരണം വേണം എന്ന് അനിവാര്യമാണ് എന്ന് അദ്ദേഹം സംസാരിക്കുന്ന ഈ അവസാനത്തെ നാലാം ഘട്ടത്തിലായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും അറബ് തുർക്കിഷ് ലോകം രണ്ട് ഘട്ടങ്ങളായി രണ്ട് വിഭാഗങ്ങളായി പിന്തിരിഞ്ഞ പശ്ചാത്തലത്തിൽ ആ പശ്ചാത്തലത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റഷീദുള്ള തുർക്കി ലോകത്തിൻ്റെയും അറബ് ലോകത്തിൻ്റെയും ഒരു ഐക്യം അനിവാര്യമാണെന്ന് സംസാരിച്ചത്. സാധാരണ എല്ലാ സലഫി പണ്ഡിതന്മാരെ പോലെ തന്നെയും അറബ് ലോകത്തിൻ്റെ സുപ്രീമസിയെ മുന്നോട്ട് വെച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. അതായത് അയിമ്മത്തു മിൻ ഖുറൈഷ് എന്ന് പറയപ്പെടുന്ന നേതാക്കന്മാർ ഖുറൈഷിൽ അല്ലെങ്കിൽ ഖുലഫ എന്നത് ഖുറൈഷിൽ നിന്ന് തന്നെ വേണമെന്ന് പറയുന്ന ചിന്താധാര ഇദ്ദേഹവും മുന്നോട്ട് വെച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഒരിക്കലും അത് ഈ ഒരു പറയുന്ന തരത്തിലെല്ലാം ഒരു റേസിസ്റ്റായ വർത്തമാനത്തിൻ്റെ അപ്പുറം, അതായത് തുർക്കി വംശത്തിന് വിരുദ്ധമായി അറബ് വംശത്തെ റേസിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്നു എന്നത് തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്നത്
ഒരു മതപരമായ സുപ്രീമസിയെയാണ് അദ്ദേഹം ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നതായി നമുക്കത് ഇതിൻ്റെ രചനയിൽ കൂടി പോയാൽ ശരിയായി നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നൊരു കാര്യമാണ്. കാരണം അറബികളെ മതപരമായ ഒരു സുപ്രീമസി നൽകുകയും അതുപോലെ തുർക്കികൾക്ക് രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ സൈനികമായ ഒരു സുപ്രീമസി നൽകുന്നതായും അദ്ദേഹത്തിൻ്റെ രചനകൾ പല ഭാഗത്തും വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിൻ്റെ പവിഴമായിട്ട് ജയമായിട്ട് അറബികളെ വിശദീകരിക്കുകയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഊരിയ വാളായി തുർക്കികളെ വിശദീകരിക്കുന്നതായും അദ്ദേഹത്തിൻ്റെ രചനകളിൽ പല ഭാഗത്തും നമുക്ക് ഇത് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ റഷീദുള്ളയുടെ ചിന്തകളെ വിശകലനം ചെയ്ത പണ്ഡിതന്മാർ റഷീദുള്ള അറബ് റിലീജിയസ് നാഷണലിസം എന്ന് പറയുന്ന ചിന്തയാണ് മുന്നോട്ട് വെച്ചത്. അതിനപ്പുറം അറബ് റേസിസ്റ്റ് നാഷണലിസം എന്നതിൻ്റെ അപ്പുറം അറബ് സ്വാഭാവികമായും ഹദീസുകളുടെയും ഇസ്ലാമിക ക്ലാസിക് ടെക്സ്റ്റുകളുടെയും അകമ്പടിയോടുകൂടി അറബുകൾക്കുള്ള ക്ലാസിക്കൽ ടെക്സ്റ്റുകളിലുള്ള ആ ഒരു റിലീജിയസ് സുപ്രീമസിയെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള നാഷണലിസ്റ്റ് കൺസെപ്റ്റാണ് ഇദ്ദേഹം വെച്ചതെന്നാണ് പണ്ഡിതന്മാർ തന്നെ ഇതിൽ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ചിന്തകളെ നിരൂപണം ചെയ്തുകൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും തുർക്കികൾ എന്ന് പറയുന്നത് ഉസ്മാനിയ മുസ്ലിം സൊസൈറ്റിയെ നശിപ്പിച്ചവരല്ല, പകരം മുസ്ലിങ്ങളുടെ ശക്തിയെ, ഒരു മുൽക്കിനെ, ശക്തിയെ, രാഷ്ട്രീയ അധികാരത്തെ നശിപ്പിച്ചവരാണ് എന്ന രീതിയിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് ഉസ്മാനിയ ഖിലാഫത്ത് ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ, നൂറ്റാണ്ടുകളിലൂടെ കയ്യേറിയ അധികാരത്തിലൂടെ വേണ്ട രീതിയിൽ ഭരണം കൈയാളാൻ അവർക്ക് കഴിയാതെ വരികയും ലഭിച്ച ഭരണാധികാരത്തെ, രാഷ്ട്രീയ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തവരായിട്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പകരം ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ട് അദ്ദേഹം ചിത്രീകരിക്കുന്നതായി നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനയിൽ കാണുവാൻ കഴിയുകയില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സലഫി പണ്ഡിതന്മാർക്കിടയിൽ സാധാരണ ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ വളരെ തുർക്കി വിരുദ്ധമായ, ഉസ്മാനി വിരുദ്ധമായ കാഴ്ചപ്പാടുകളെ തിയോളജിക്കലായി തന്നെ വിശദീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉസ്മാനികളുടെ രാഷ്ട്രീയാധികാരത്തെയും അതുപോലെ തന്നെ സൈനിക മേധാവിത്വത്തെയും അംഗീകരിക്കുകയും അവർ മുസ്ലിം ലോകത്തിന് ചെയ്ത കോൺട്രിബ്യൂഷനെ ആദരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരു വിമർശനമാണ് മുഹമ്മദ് റഷീദുള്ള ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തുന്നത് കാണുവാൻ കഴിയും. ഇത് സാധാരണ സലഫി പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ നിലപാടാണ്. ഇദ്ദേഹത്തിൻ്റെ അൽ ഖിലാഫത്ത് വൽ ഇമാമത്തുൽ ഉലമ എന്ന് പറയുന്ന രചനയിൽ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഒരു തകർച്ചയുടെ പശ്ചാത്തലത്തിൽ രചിച്ചതാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ആ ഒരു സാഹചര്യം തന്നെ, ആ ഒരു പശ്ചാത്തലത്തിൽ ഈ രചനകൾ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ചത് അറബ് മുസ്ലിം ലോകത്തെ ഒന്നിച്ചു ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരികയും പുതിയൊരു രാഷ്ട്രീയ ഖിലാഫത്തിനെ കുറിച്ചുള്ള പുതിയൊരു മാനം മുസ്ലിം ലോകത്തെ മുന്നിൽ വെക്കുവാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ ഈ രചന പ്രധാനമായും നമുക്ക് രണ്ട് പാർട്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത് ഖിലാഫത്ത് എന്നതിൻ്റെ തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം പുതിയൊരു ഖിലാഫത്ത് രൂപീകരിക്കുമ്പോൾ അത് എങ്ങനെയാവണം, അതിൻ്റെ ഫ്രെയിംവർക്ക് എന്താവണം എന്ന് സംസാരിക്കുന്നതാണ് ഈ രചനയുടെ രണ്ടാം ഭാഗവും. ആ ഭാഗത്തിൽ മാവർദി അടക്കമുള്ള നിരവധി മധ്യകാല ഫുഖഹാക്കളെ അദ്ദേഹം ഖിലാഫത്തിൻ്റെ ആവശ്യകതയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പല ഭാഗത്ത് പോലും ഒരു ബൈഅത്തില്ലാതെ ഒരാൾ മരിക്കുകയാണെങ്കിൽ അയാൾ ജാഹിലിയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മരിക്കുന്നതിന് തുല്യമാണ് എന്ന തരത്തിലുള്ള ഹദീസുകൾ അദ്ദേഹം പല ഭാഗങ്ങളിലായി വിശദീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ തരത്തിൽ മാവർദി അടക്കമുള്ള നിരവധി മധ്യകാല പണ്ഡിതന്മാരുടെ ഖിലാഫത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിശദീകരണം, ഖിലാഫത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തമായ വിശകലനം മുന്നോട്ട് വെക്കുന്നതും അത് കൂടുതൽ ജനകീയമായ തരത്തിൽ വിശദീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതും നമുക്ക് ഈ രചനയിൽ കൂടി കാണുവാൻ കഴിയും. സ്വാഭാവികമായും
ബാക്കി എല്ലാ സലഫി പണ്ഡിതന്മാരെ പോലെ തന്നെയും ഖുറേഷികളുടെ ഒരു മേധാവിത്വത്തെ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നതായി കാണുവാൻ കഴിയും. അതായത് അറബ് ഖുറേഷ് വംശത്തിൽ നിന്ന് തന്നെ ഒരാൾ വേണം, ഭരണകർത്താവ് അങ്ങനെ ആവണം എന്ന് അദ്ദേഹം പറയുന്നതായി കാണുവാൻ കഴിയും. അതേപോലെ തന്നെ ഖലീഫ ഖുറേഷി എന്നതിനോടൊപ്പം തന്നെ സ്വയം ഒരു മുജ്തഹിദായി മാറുക എന്നതും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയനായിട്ട്, ഒരു നിബന്ധനയായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതായി കാണുവാൻ ഇതിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അറബികളുടെ ഖുർആൻ അറബ് ഭാഷയിൽ അവതരിച്ചു എന്നതും അറബുകളുടെ ഒരു അവർക്ക് ലഭിച്ച മഹാത്മ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ രചനകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇസ്ലാം അറബുകളെ കൂട്ടി യോജിപ്പിച്ച്, അതായത് അറബികൾ ഇസ്ലാമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് എന്നതിൻ്റെ അപ്പുറം ഇസ്ലാമാണ് അറബികളെ ഏകോപിച്ചത്. അതായത് ഇബ്നു ഖൽദൂൻ്റെ അസബിയ തിയറിനെയൊക്കെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാരണം വിശദീകരിക്കുവാൻ വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി ചിന്തകളൊക്കെ കൂടുതൽ വിശദീകരിക്കുന്നത്. അതായത് പിന്നീട് മുആവിയ, അതായത് ഇസ്ലാമിക ചരിത്രത്തെ മുന്നോട്ട് നോക്കുമ്പോൾ ഖിലാഫത്ത് എന്നതിൽ നിന്ന് മുലൂക്കിയത്തിലേക്ക് പോകുന്ന ആ ഒരു വഴിത്താരെ അദ്ദേഹം വിശകലനം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മുആവിയ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും അബുൽ മദൂദ് തന്നെ വിശദീകരിക്കുന്നത് പോലെ ഖിലാഫത്ത് എന്നതിൽ നിന്ന് മുലൂക്കിയത്തിലേക്ക് പോകുന്നതിന് പ്രധാന കാരണമായി മാറുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു ആണെന്ന് അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. അതേ കാഴ്ചപ്പാട് റഷീദുള്ളയും അദ്ദേഹത്തിൻ്റെ രചനയിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തോടു കൂടി തന്നെ പ്രധാനപ്പെട്ട രണ്ട് ബിദഅത്തുകൾ, രണ്ട് പുതിയ കാര്യങ്ങൾ, ഇന്നോവേഷൻസ് ആണ് സംഭവിക്കുന്നത്. ഒന്ന്, ഒരു ഷൂറ കൂടി ഖലീഫയെ തിരഞ്ഞെടുക്കുക എന്നതിൻ്റെ അപ്പുറം ഒരു കിങ്ഷിപ്പ്, ഒരു രാജഭരണത്തിന് തുടക്കമിട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ ബിദഅത്ത്. രണ്ടാമത്, അറബികളുടെ ഒരു നേതൃത്വം എന്നതിൻ്റെ അപ്പുറം മുആവിയ റളിയല്ലാഹു അൻഹു ഉമയ്യാക്കളുടെ ഒരു നേതൃത്വം എന്നതിലേക്ക് ഖിലാഫത്തിനെ ചുരുക്കി എന്നതും അന്നുണ്ടായ രണ്ടാമത്തെ ബിദഅത്തായിട്ട് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ എണ്ണുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിൽ ഖിലാഫത്തിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം ഈ രചനയിൽ അൽ ഖിലാഫത്ത് വൽ ഇമാമത്തുൽ ഉളുമ എന്ന് പറയുന്ന രചനയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഖിലാഫത്തിന് അദ്ദേഹം 3 വിഭാഗങ്ങളായി 3 തരത്തിൽ അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. ഒന്നാമത്, ഖുലഫാഉ റാഷിദീൻ കാണിച്ചു തന്ന ആ ഒരു 30 വർഷത്തെ ഭരണം, അതായത് ശരിയായ ഐഡിയൽ കാലിഫേറ്റ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഉമയ്യ ഖലീഫയായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആ 2 വർഷത്തെ ഭരണവും ഈ പറയുന്ന ഖുലഫാഉ റാഷിദീന്റെ ഭരണത്തോട് അദ്ദേഹം ചേർത്ത് വെക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്തെ തരത്തിലുള്ള ഖിലാഫത്ത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് അത് ആവശ്യം, അതായത് ഒരു നെസസിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള ഇമാമത്ത് അല്ലെങ്കിൽ ഖിലാഫത്ത് എന്ന രീതിയിലാണ്. കാരണം അവിടെ സംഭവിക്കുന്നത് അഹ്ലുൽ ഹൽ വൽ അഖ്ദ്, അതായത് അഹ്ലുൽ ഹൽ വൽ അഖ്ദ് എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയിലെ വളരെ സുപ്രധാനമായ ഒരു ടെർമിനോളജിയിലൊന്നാണ്. അതായത് ഭരണം രൂപപ്പെടുത്തുന്നതിനാവശ്യമായ ഒരു സംഘം ആൾക്കാർ അവർ പരസ്പരം ചർച്ച ചെയ്ത് അവരുടെ പൊളിറ്റിക്കൽ അഡ്വൈസിങ്ങിലൂടെയും അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലൂടെയും രൂപപ്പെടുന്ന ഒരു ഭരണാധിപത്യം, അതിന് പിന്നിൽ നിൽക്കുന്നവരെ കുറിച്ചിട്ടാണ് അഹ്ലുൽ ഹൽ വൽ അഖ്ദ് എന്ന് വിളിക്കുന്നത്. ഈ ആൾക്കാർ ഒരു ഭരണകർത്താവിനെ നിർണയിക്കുകയും എന്നാൽ ഈ ഭരണകർത്താവ്, ഈ നിർണയിക്കുന്ന ഖലീഫ എല്ലാ തരത്തിലുമുള്ള ഖലീഫയുടെ ക്രൈറ്റീരിയ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും, അതിനുള്ള യോഗ്യനല്ലെങ്കിൽ പോലും ഇവരാൽ തിരഞ്ഞെടുക്കുന്ന ഖലീഫ അത് ഒരു നെസസിറ്റിയുടെ അനിവാര്യതയുടെ ഇമാമത്തായി, അനിവാര്യതയുടെ ഖലീഫയായി പരിഗണിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ഈ രണ്ടാമത്തെ ഭാഗമായി ചേർത്ത് പറയുന്നത്. മൂന്നാമത്, അതായത് അത്തഗല്ലുബ് ബിൽ ഖുവ്വ, ശക്തി ഉപയോഗിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്ന ആ ഒരു ചരിത്രത്തെ, ആ ഒരു ചരിത്രരംഗത്തെ അല്ലെങ്കിൽ ആ ഒരു വിശകലനത്തെ മൂന്നാമത്തെ ഖിലാഫത്തിൻ്റെ ഭാഗമായി എണ്ണുകയാണ് ചെയ്യുന്നത്. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ചരിത്രം ഈ പറയുന്ന അത്തഗല്ലുബ്
അത്തഗല്ലബ് ബിഖുവ എന്ന് പറയുന്ന ഭാഗമായിട്ടാണ് അദ്ദേഹം ചേർക്കുന്നത്. ശക്തി ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കുകയും മുസ്ലിം ലോകത്തിൻ്റെ ഖലീഫയായി മാറുകയും ചെയ്യുന്ന ആ ഒരു ഡൈനാസ്റ്റിയെ ഈ മൂന്നാമത്തെ തരത്തിലേക്കാണ് അദ്ദേഹം വേണ്ടത്. ഈ ഒരു സാഹചര്യവും ഏറെക്കുറെ അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ ശക്തി ഉപയോഗിച്ച് നേടുന്ന അധികാരം പലപ്പോഴും അഹ്ലുൽ ഹൽ വൽ അഖ്ദിൻ്റെ അവരുടെ കൂടാതെ തന്നെ, അവരുടെ സാന്നിധ്യമില്ലാതെ തന്നെ നേടിയെടുക്കുന്നതാണെങ്കിൽ പോലും പലപ്പോഴും പറയുന്ന അധികാരം ഒരു മുസ്ലിം ഭരണാധിപത്യം നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ട് ആ മൂന്നാമത്തെ തരത്തിലുള്ള തഖല്ലബ് ബിൽ ഖുവ, ശക്തി ഉപയോഗിച്ച് നേടിയെടുക്കുന്ന അധികാരവും ഇസ്ലാമിക ലോകത്ത് ചിലപ്പോൾ അനിവാര്യമായി മാറും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കാരണം അദ്ദേഹം പറയുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള അനിവാര്യമായ ഘട്ടങ്ങൾ ഈ പറയുന്ന സാഹചര്യത്തെ അനുവദനീയമാക്കി മാറ്റുകയും ചെയ്യും. ഈ പറയുന്ന അധികാരം ശക്തി ഉപയോഗിച്ച് നേടിയെടുക്കുന്നത് ഹറാമാണെങ്കിൽ പോലും ഒരു മുസ്ലിം ഖിലാഫത്ത് സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ട് പലപ്പോഴും അത് ഇങ്ങനെയുള്ള അനിവാര്യമായ പശ്ചാത്തലത്തിൽ അത് അനുവദനീയമായി മാറുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി വരുമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ശക്തി ഉപയോഗിച്ച് നേടിയെടുത്ത ഈ അധികാരത്തെ അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ മറികടക്കുക തന്നെ വേണം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉസ്മാനിയ ഖിലാഫത്തിനെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന യുവതുർക്കികളുടെ നിലപാടിനെ മുഹമ്മദ് റഷീദുള്ള അംഗീകരിച്ചത് എന്നതും ഈ ഒരു തിയോളജിക്കൽ ഡൈമെൻഷൻ്റെ പിന്നാമ്പുറം ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഉസ്മാനിയ ഖിലാഫത്തുമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ രചനയുടെ ഈ പറയുന്ന ആദ്യത്തെ തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗം അത് പുതിയ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്ത എങ്ങനെ രൂപപ്പെടണമെന്ന് സംസാരിക്കുന്ന ഭാഗമാണ്. അവിടെ അദ്ദേഹം ഈ പറയുന്ന രണ്ടാം പാർട്ടിൽ ഒരു സിവിൽ ഗവൺമെൻറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ കൂടെയും ഷൂറയുടെയും അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു അറബുകളുടെ ആത്മീയ നേതൃത്വമുള്ള ഒരു ഖിലാഫത്തിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നതായി കാണുവാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലം രണ്ടാമത്തെ പാർട്ട് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനത്തിന് ശേഷമാണ് സംഭവിക്കുന്നത് എന്നതും പ്രത്യേകം പ്രസ്താവ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അഹ്ലുൽ ഹൽ വൽ അഖ്ദ് എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയിലെ സുപ്രധാനമായ ടെർമിനോളജിയെ കൂടുതൽ ചർച്ചയ്ക്കെടുക്കുകയും അവരുടെ സാന്നിധ്യത്തോടു കൂടി ഒരു ഡെമോക്രാറ്റിക്കായ ഒരു സിവിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ആവശ്യകത ഇദ്ദേഹം സംസാരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുന്നത് ആരൊക്കെ ആവണം അഹ്ലുൽ ഹൽ വൽ അഖ്ദ് എന്നതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ചർച്ചാ ഗ്രൂപ്പിലേക്ക് വരേണ്ടെന്ന് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഫുഖഹാക്കൾ മാത്രം പോരാ, ഇസ്ലാമിക ലോകത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള ഒരു പ്രതിനിധി അതിൽ അനിവാര്യമാണ്. അതിൽ വ്യാപാരികളും അഗ്രികൾച്ചർ അതായത് കാർഷിക മേഖലയിലെ വിദഗ്ധരും എല്ലാ കമ്പനികളുടെയും പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടറിലെയും അടക്കമുള്ള ആൾക്കാരുടെ മാനേജർമാർ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം, പ്രധാനപ്പെട്ട എഴുത്തുകാർ, ഫിസിഷ്യന്മാർ, അഡ്വക്കേറ്റ്സ് അടക്കമുള്ള എല്ലാ മേഖലകളിലും വിദഗ്ധരായ ആൾക്കാരുടെ സാന്നിധ്യം ഈ പറയുന്ന സിവിൽ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ, തീരുമാന നിർമ്മാണത്തിൽ അവരുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന് അദ്ദേഹം ഇതിൽ ചിത്രീകരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കാലികമായ ഇജ്മാ ആയി അദ്ദേഹം വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് ഇതിൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ. അതുപോലെ തന്നെ റഷീദുള്ളയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ പോലും അദ്ദേഹം ഈ പറയുന്ന അറബികളുടെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറബികളുടെ ഒരു റിലീജിയസ് സുപ്രീമസിയെ അദ്ദേഹം എപ്പോഴും മുന്നോട്ട് വെക്കുന്നതായി കാണുവാൻ കഴിയും. ഇതിൽ തന്നെ ഒരു ആധുനികരായ ഖിലാഫത്തിൻ്റെ ഓർഗനൈസേഷനെ അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നത് പുതിയ പ്രോഗ്രാമുകൾ രൂപപ്പെടുത്തേണ്ട അനിവാര്യതയെ ഈ രചനയിൽ പറയുന്നുണ്ട്. കൂടുതൽ വിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും ശക്തരായ
ശക്തരായ ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഷൂറ മേഖലകളിൽ അതിന് പറ്റിയ കൗൺസിൽ രൂപപ്പെടുത്തുക, ഫത്വകളുടെ കൗൺസിൽ രൂപപ്പെടുത്തുക, ശർഈ ഒപ്പീനിയൻസും അതുപോലെ തന്നെ പബ്ലിക്കുകളുടെ പൊതുജനങ്ങളുടെ ഒപ്പീനിയൻ രൂപപ്പെടുത്താൻ പറ്റുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ വിവിധ ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ലീഡേഴ്സിനെ രൂപപ്പെടുത്താൻ പറ്റുന്ന ഒരവസ്ഥ രൂപപ്പെടുത്തുക. ഏറ്റവും അനുയോജ്യരായ ഖാദികളെയും അതുപോലെ തന്നെ മുഫ്തികളെയും ജനങ്ങളുടെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സർവേലൻസ്, അതിനെ പറ്റിയ കൗൺസിലിംഗ് രൂപപ്പെടുത്തുക. കൗൺസിൽ ഓഫ് പ്രോപ്പഗണ്ട ആൻഡ് മിഷണറി വർക്ക് എന്ന തരത്തിലുള്ള രൂപപ്പെടുത്തുക. കൗൺസിൽ ഓഫ് സെർമൺസ് രൂപപ്പെടുത്തുക. അവർക്ക് പറ്റിയ പ്രീച്ചിങ്, ഗൈഡൻസ് പോലുള്ള വിവിധ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന മതകീയ രാഷ്ട്രീയ മേഖലകളിൽ ജനങ്ങളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന നേതൃത്വത്തെ രൂപീകരിക്കുക. ഈ തരത്തിലുള്ള വിവിധ മേഖലകളും അതുപോലെ തന്നെ സക്കാത്ത് വിതരണത്തിന് പറ്റിയ കൗൺസിൽ രൂപീകരിക്കുക. ഹജ്ജ് തീർത്ഥാടനം അതുപോലെ തന്നെ ഉംറ തീർത്ഥാടനത്തിന് പറ്റിയിട്ടുള്ള അതിനുള്ള കൗൺസിൽ രൂപീകരിക്കുക. ഇങ്ങനെ വിവിധ തരത്തിലുള്ള കൗൺസിലിൻ്റെ അനിവാര്യതയും അതിന് രൂപീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആവശ്യമായ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അനിവാര്യതയും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഈ തരത്തിൽ വിവിധ മേഖലകളിൽ ഏറ്റവും ആപ്റ്റായ, ഏറ്റവും അനുയോജ്യമായ ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ക്രമത്തെയും ഈ ഖിലാഫത്ത് എന്ന് പറഞ്ഞ ചർച്ചയിൽ അദ്ദേഹം ഉൾപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഈ പറയുന്ന മുസ്ലിം ലോകത്തിൽ ഈ തരത്തിലുള്ള ഒരു നവോത്ഥാനത്തെ സംസാരിക്കുമ്പോഴും അദ്ദേഹം ഒരിക്കലും സാധാരണ മുസ്ലിം മോഡേണിസ്റ്റ് എന്ന തരത്തിൽ മുഹമ്മദ് റഷീദ് എണ്ണുന്നത് കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയെ നിരാകരിക്കുന്നതിന് തുല്യവും കൂടിയാണത്. ഒരിക്കലും അദ്ദേഹം പാശ്ചാത്യ ചിന്തയുടെ അതിനെ കൂടുതൽ ആദരിക്കുന്ന അഡ്മിററായ ഒരാളായിരുന്നില്ല അദ്ദേഹം. പകരം അദ്ദേഹം അവരെ ശക്തമായി വിമർശിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഹിസ്ബുൽ മുത്തഫർണിജീൻ, അതായത് ഫ്രഞ്ച് ചിന്തയുടെ, കാരണം വെസ്റ്റേൺ ആശയങ്ങളുടെ ഉപമയായി അറബ് ഇസ്ലാമിക പണ്ഡിതന്മാർ ഫ്രഞ്ച് ബൗദ്ധികതയാണ് ഉദാഹരണമായി എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുൽ മുത്തഫർണിജീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വെസ്റ്റേൺ ചിന്തകളുടെ സ്വാധീനത്തിൽ പെടാതിരിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ഇതിൻ്റെ ചിന്തകൾ നമുക്കത് രചനയിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് എൻലൈറ്റൻഡ് സലഫി എന്ന് തന്നെ ഇദ്ദേഹത്തെ വിളിക്കുവാൻ പ്രധാനമായ ഒരു കാരണമായി മാറുന്നത്. അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന തരത്തിലുള്ള ഹിസ്ബുൽ മുത്തഫന്നിജീൻ, അതായത് വെസ്റ്റേണൈസ്ഡ് ആൾക്കാരുടെ വിഭാഗത്തിലുമല്ല, പകരം അതുപോലെ തന്നെ ഹിസ്ബുൽ അതുപോലെ തന്നെ ഫുഖഹാക്കൾ, അതായത് ഒരു തരത്തിലുമുള്ള മുന്നോട്ടും ഒരു പ്രോഗ്രസ്സും ഇല്ലാത്ത പഴയകാല ഫിഖ് മാത്രം പിടിച്ചു നിൽക്കുന്ന വിഭാഗക്കാരായ പണ്ഡിതന്മാരുടെ വിഭാഗത്തിലുമല്ല നമ്മൾ പെടേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് പകരം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഹിസ്ബുൽ ഇസ്ലാമിക ലോകത്തിൻ്റെ പരിഷ്കരണത്തിന് ആവശ്യമായ ഒരു പാർട്ടി, ഒരു പ്രസ്ഥാനം, ആ ഒരു നവോത്ഥാന ക്രമത്തെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഈ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം, അതായത് ഹിസ്ബുൽ ഇസ്ലാമി മുസ്ലിം ലോകത്തിൻ്റെ പരിഷ്കരണത്തിൻ്റെ അവസ്ഥയിലൂടെ, ആ പരിഷ്കരണം രൂപപ്പെടുന്നത് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതിന് പകരം വെസ്റ്റേൺ ചിന്തകളുടെ അടിസ്ഥാനത്തിലല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവസാനം ഖിലാഫത്തിൻ്റെ പതനമുണ്ടാവുകയും യുവതുർക്കിയുള്ള കയ്യിലേക്ക് അധികാരം വരികയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട സകലവിധ ബന്ധങ്ങളും വലിച്ചെറിയാൻ അവർ തയ്യാറാവുകയും ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വീണ്ടും അറബ് തുർക്കിഷ് കോപ്പറേഷനെ കുറിച്ച് സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രമുഖ എഴുത്തുകാരനായ ഷക്കീബ് അർസലാന് 1923 അദ്ദേഹം എഴുതിയ ഒരു ലെറ്ററിൽ തന്നെ ഈ പറയുന്ന തരത്തിലുള്ള അറബ് മുസ്ലിം ഒരു കോപ്പറേഷനിൽ കൂടി രൂപപ്പെടേണ്ട, അതായത് മക്ക കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഖിലാഫത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് സംസാരിക്കുന്നതായും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ രചനകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഖലീഫ എന്തായിരിക്കണം എന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ ഈ പറയുന്ന അൽ ഖിലാഫ വൽ ഇമാമത്തുൽ ഉലമ എന്ന് പറയുന്ന രചനയിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവിടെ
ഖലീഫ ഒരു ഭരണകർത്താവിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താവണം, ഖലീഫയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താവണം എന്ന് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അൽ ഇബാദത്തുൽ ഇജ്തിമാഇയ്യ, അതായത് സാമൂഹ്യമായ മതപരമായ എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരാളായിട്ട് അതിന് പറ്റിയ ഒരു ലീഡറായിട്ട് അദ്ദേഹം ഖലീഫയെ ചിത്രീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇബാദത്തു ഷഖ്സിയ, വ്യക്തിപരമായ കാര്യങ്ങളിൽ അതിൽ ഇജ്തിഹാദ് അനിവാര്യമാണ് എന്ന് അദ്ദേഹം സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഖലീഫയുടെ തന്നെ വിവിധ മേഖലകളിലുള്ള ചിന്തകളെ, ഖലീഫയുടെ പ്രവർത്തനങ്ങളെ തന്നെ അദ്ദേഹം വേർതിരിച്ച് പറയുന്നതായും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ മഹ്മൂദ് ഹദ്ദാദിൻ്റെ അറബ് റിലീജിയസ് നാഷണലിസം ഇൻ കൊളോണിയൽ എറ എന്ന് പറഞ്ഞ് റഷീദിയുടെ ഖിലാഫത്തിനെ കുറിച്ചുള്ള ചിന്തകൾ വിശദീകരിക്കുന്ന പഠനം ഈ ഒരു കാര്യം കൂടുതൽ നന്നായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയെ സംബന്ധിച്ചിടത്തോളം ഖലീഫ എന്നത് എപ്പോഴും മരണം വരെ നിലനിൽക്കേണ്ട ഒരു അധികാരിയായി അദ്ദേഹം ചിത്രീകരിക്കുന്നില്ല, ഒരു ടെമ്പററി പവറായിട്ടാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. അതായത് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ വിരുദ്ധമായി അദ്ദേഹം വരികയാണെങ്കിൽ ഒരു മാറ്റം സംഭവിക്കേണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ രചനകൾ വിശദീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ അത്താതുർക്കും അടക്കമുള്ള യുവതുർക്കികളുടെ പുതിയ ഭരണകർത്താക്കളുടെ നിലപാടിനെ ശക്തമായി വിമർശിച്ച റഷീദിയുടെ ചിന്തകളും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അൽ ഇസ്ലാം വസുന്നക്കും എന്ന രചന എഴുതിയ ഷെയ്ഖ് അലി അബ്ദുൽ റാസിഖിൻ്റെ രചനകളെ, അതായത് മുസ്ലിം ലോകത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ നിന്നും മാറ്റി നിർത്തി വെറും ആത്മീയമായൊരു പ്രതലം ഇസ്ലാമിന് നൽകിയ അലി അബ്ദുൽ റാസിഖിനെ പോലുള്ള ചിന്തകന്മാരെ ശക്തമായി വിമർശിക്കുന്ന ഒരാളായിട്ടും ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ റഷീദുള്ള അലി അബ്ദുൽ റാസിഖിനെ എതിർത്തുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളെ എതിർത്തുകൊണ്ട് അദ്ദേഹം ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുകയും അസറി പണ്ഡിതന്മാരോട് അലി അബ്ദുൽ റാസിഖിൻ്റെ ചിന്തകളെ തള്ളിക്കളയണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ അറബ് ലോകത്തിൻ്റെ അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ ശക്തമായി ഇടപെടുകയും ഖിലാഫത്തിനെ വ്യക്തമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയും ചെയ്ത പണ്ഡിതന്മാരിൽ ഒരാളാണ് മുഹമ്മദ് റഷീദുള്ള. അതായത് അസലഫിയ തൻവീരിയ എന്ന് വിളിക്കപ്പെടുന്ന, എൻലൈറ്റൻഡ് സലഫിസം എന്ന് വിളിക്കപ്പെടുന്ന പണ്ഡിതന്മാരിൽ ഒരാളും കൂടിയാണ്. ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് കൂടുതൽ അടിയുറച്ചു നിൽക്കുകയും അതുപോലെ തന്നെ ആ മേഖലയിൽ നിരവധി കോൺട്രിബ്യൂഷൻ സമർപ്പിക്കുകയും ചെയ്ത മുഹമ്മദ് റഷീദുള്ളയുടെ അൽ ഖിലാഫത്ത് വൽ ഇമാമത്തുൽ ഉലമ എന്ന് പറയുന്ന രചനയെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ഇസ്ലാമിക ലോകത്ത് ഖിലാഫത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രീയ ശക്തി, ശരീഅത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ശക്തിയുടെ അനിവാര്യതയെ കൂടുതൽ സംസാരിച്ച ആധുനികനായ പണ്ഡിതന്മാരിൽ ഒരാളാണ് മുഹമ്മദ് റഷീദുള്ള. അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഈ രീതിയിൽ കൂടുതൽ പഠിക്കുകയും ആ ഒരു തരത്തിൽ 1900 ഇദ്ദേഹത്തിൻ്റെ മരണം വരെ 1900കളുടെ ആദ്യഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് സംഭവിച്ച ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനത്തോടുകൂടി സംഭവിച്ച വിവിധ മുസ്ലിം പണ്ഡിതന്മാരുടെ റെസ്പോൺസിൽ നിന്ന് എങ്ങനെയാണ് മുഹമ്മദ് റഷീദുള്ള വിഭിന്നമാകുന്നതെന്ന് നമുക്ക് ഈ ചർച്ചയിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അസ്സലാമു അലൈക്കും.